ഓരോ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോഴും ആവർത്തിച്ച് കേൾക്കുന്ന ഒരു പേരുണ്ട്, മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടമാകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ഈ നടപടി എടുത്തില്ലെങ്കിൽ വൻ ദുരന്തമാണ് കേരളത്തെ കാത്തിരിക്കുന്നത്. അതിന് യുഗങ്ങളൊന്നും കാത്തിരിക്കേണ്ട, 4-5 വർഷം മതിയാകും. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും. ആരാണ് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 2013 ഗാഡ്ഗിൽ പറഞ്ഞ വാക്കുകളാണിത്. എന്നാൽ ഇത് പറഞ്ഞ ഗാഡ്ഗിൽ വികസന വിരോധിയാണെന്ന് പറഞ്ഞ് കല്ലെറിയാനും ആക്ഷേപിക്കാനും ആളുകൾ ഏറെയായിരുന്നു. പക്ഷേ ഇപ്പോൾ സുനാമി പോലെ മഹാദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും 2017 മുതൽ ഓരോ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരോ പ്രകൃതി ദുരന്തങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കേരളത്തെയാണ്. 2017 ഓഖിയിൽ നിരവധി പേരുടെ ജീവനാണ് നമുക്ക് നഷ്ടമായത്. 2018 പ്രളയം വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത അത്ര ഭീകരതയാണ് സൃഷ്ടിച്ചത്. 2019-21 കാലഘട്ടത്തിൽ 182 പേരാണ് വിവിധ പ്രകൃതി ദുരന്തങ്ങളിൽ മരിച്ചുപോയത്. 2020 പെട്ടിമുടി ദുരന്തത്തിൽ മാത്രം 70ഓളം പേരാണ് മരിച്ചത്. മൂന്നാറിലെ പെട്ടിമലയിൽ 10ഓളം പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2021 മുത്തുമലയിൽ നഷ്ടപ്പെട്ടത് നിരവധി ജീവനുകളായിരുന്നു. അന്ന് അവിടെ ഒഴിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് മരണസംഖ്യ കുറയ്ക്കാനായത്. നിലമ്പൂർ കവളപ്പാറയിൽ മുത്തപ്പൻ മലയിടിച്ചിലിൽ കൊല്ലപ്പെട്ടത് 59 പേരാണ്. ഇങ്ങനെ കേരളം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രകൃതി ദുരന്തങ്ങളുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ഹൃദയം തകർക്കുന്ന നിരവധി വാർത്തകളും വീഡിയോകളുമാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്ന് ചാലിയാർ പുഴയിലൂടെ ഒഴുകിവരുന്ന മൃതദേഹങ്ങൾ തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെതടക്കമുള്ള സംവിധാനങ്ങൾ വേണ്ടത്ര മുന്നറിയിപ്പുകൾ നൽകിയിട്ടും മാറി താമസിക്കാൻ തയ്യാറാകാതിരുന്ന അലംഭാവം അത് ഇരയായ മനുഷ്യരുടെ മാത്രമല്ല, അവരെ മാറ്റിപ്പാർപ്പിക്കാൻ ബാധ്യസ്ഥരായിരുന്ന ഭരണകൂടത്തിന്റെ കൂടിയാണ്. സ്വന്തം സുരക്ഷ പോലും നോക്കാതെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന സകല സേനയും നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടും വിധമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആലപ്പുഴ ഒഴികെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്. രാജ്യത്തെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള 4,20,000 ചതുരശ്ര മേഖലയിൽ 90,000 ചതുരശ്ര കിലോമീറ്ററും കേരള സംസ്ഥാനം ഉൾക്കൊള്ളുന്ന പശ്ചിമഘട്ടത്തിലാണ്. പക്ഷേ ഇതൊന്നും വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉണരുന്ന നമ്മൾ ദുരിതത്തിലായവർക്ക് കുടുക്കുകൾ പോലും പൊട്ടിച്ച് സംഭാവനകൾ നൽകും. കയ്യിലുള്ളതെല്ലാം അവർക്ക് നൽകാൻ മലയാളി കൈമൈ മറന്ന് കൂടെ നിൽക്കും. പക്ഷേ ഈ പണം കൃത്യമായി അവർക്ക് എത്തിച്ചേരാത്തത് പലപ്പോഴും വിദ്വേഷങ്ങൾക്കിടയാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ ദുരന്തത്തെപ്പറ്റി നടന്ന മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രസ് മീറ്റിൽ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ ഇത്രയധികം വിമർശനങ്ങൾ ഉയർന്നത്. നവമാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ചർച്ചകളിലെല്ലാം ഇപ്പോൾ അതേപ്പറ്റി തന്നെയാണ് സംസാരം. ഒന്നാം പിണറായി സർക്കാർ വാങ്ങിയ സഹായനിധിയൊക്കെ പോയത് എങ്ങോട്ടായിരുന്നു എന്നും, NCP നേതാവിന്റെ കുടുംബത്തിന് നൽകിയ 25 ലക്ഷവും കോടിയേരിക്ക് അകമ്പടി പോയപ്പോൾ അപകടത്തിൽപ്പെട്ട പോലീസുകാരന്റെ കുടുംബത്തിന് നൽകിയ 25 ലക്ഷവും ഒക്കെ നൽകിയത് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തന്നെയായിരുന്നു. അതും കേസും വഴക്കും ഒക്കെ ആയിരുന്നു എന്നാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന സംഭാവനയെപ്പറ്റി നടക്കുന്ന നെഗറ്റീവ് ക്യാമ്പയിൻ ഇത് തന്നെയാണ്. എന്നാൽ ഈ സമയത്ത് അതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല എന്നത് തന്നെയാണ് സത്യം. നമ്മൾ മലയാളികളാണ് ഓരോ ദുരന്തത്തിലും ഒറ്റക്കെട്ടായി നിന്ന് പിടിച്ചുകയറിയ കേരളത്തിന്റെ സ്വന്തം മക്കൾ. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്ന മലയാളിയുടെ സഹായങ്ങൾ അതിനുള്ള ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിലും ഇനി എത്രയൊക്കെ വ്യക്തിപരമായി സഹായിച്ചാലും അവർക്ക് ഇതിനെ അതിജീവിക്കാൻ നല്ലൊരു തുക തന്നെ ആവശ്യമായി വരുമെന്ന തിരിച്ചറിവും നമുക്കുണ്ട്. പക്ഷെ അത് കട്ടു തിന്നാൻ ഇനി മറ്റേ ആർക്കും നമ്മൾ അനുവദിക്കില്ല എന്ന് മാത്രം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ആകട്ടെ ഇനിയുള്ള ധനസഹായ ശേഖരണവും വിതരണവുമെല്ലാം.